Manarmatai speaking. Ramji Rao speaking. Control room, D11 calling over. D11 control answering. Sir, സെന്റ് തോമസ് ഗ്രൗണ്ടിലെ ഗാനമേള ഏകദേശം തീരാറായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഓവർ സർ. കൺട്രോൾ റൂം D11 കോളിംഗ് സർ. D11 control answering. സാർ ഇവിടെ ഗാനമേള കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ സാർ. പോഴ്സ് വേണമെങ്കിൽ സാറെ പറയുന്നത്. ഓക്കെ, പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓവർ. ലാലു, നീ ഒന്ന് എണീക്കണ്ട. മണി 11 ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം? പാതിരാത്രി വരെ കണ്ണി കണ്ട ഗാനമേളയും കണ്ട് നടന്നോളും. ദേ, ഞങ്ങള് ചാച്ചന്റെ വീട്ടിലേക്ക് പോകണ്ട. ചാച്ചൻ ട്രാൻസ്ഫർ ആയി വന്ന കാര്യം അറിയാലോ. അതുകൊണ്ട് ഇന്ന് ന്യൂ ഇയറിന് അങ്ങോട്ട് വിളിച്ചേക്കാം. നീ എഴുന്നേക്കുമ്പോ അങ്ങോട്ട് വായോ. ഞാൻ പറയണ വല്ലതും കേക്കണ്ട. ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടെ കമ്പനി കൂടാനൊന്നും നിക്കണ്ടാട്ടാ. ഒരു മെസ്സേജ് പോലുമില്ലേ? 11 മണിയാ? നേരത്തെ പോയോ? ആ പോട്ട് പുല്ല്. ജോനു പുക വലിക്കുന്നത് തെറ്റാണ്. തെറ്റാണ്. നമ്മുടെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. അതിൽ ടാറ് വന്ന് പറയും ഇതൊക്കെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ. ആ ടാറേ ഞാൻ വല്ല റോഡ് പണിക്കാർക്കും കൊടുത്തോളാട്ടാ. നീ അതാലോചിച്ച് കഷ്ടപ്പെടണ്ട. ഈ ബാറ് അല്ല കൂൾ ബാർ എപ്പോഴാ തുറക്കണം? രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി കട തുറക്കാനായിട്ട് വന്നതാ. എന്നിട്ട് താക്കോലെടുക്കാൻ മറന്നുപോയി. താക്കോലെവിടെ വെച്ചേ? മരുന്ന് ഡപ്പിയില. രാവിലെ തന്നെ ചളി അടിച്ചു വന്നേക്കുക. അല്ല ഇനിയിപ്പോ എങ്ങനെ തുറക്കാൻ പോണേ? അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ പോരും. എന്നിട്ട് പുള്ളി എന്ത്? അച്ഛൻ ന്യൂ ഇയർ ആയിട്ട് പടക്കം മേടിക്കാൻ പോയിക്കാ. പടക്കം? അതെ, കടവിടെ നെയ്മൊരു സിഗരറ്റ് എടുത്ത് നോട്ടാ. ഇതിപ്പോ തീരാറായി. ജോന് ഒരു സിഗരറ്റോ 3-4 മേടിച്ചൂടെ? ഞങ്ങള് പാവങ്ങളല്ലേ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ. അപ്പൊ ടാറോ? ടാറ് നമുക്ക് നമ്മുടെ റോഡൊക്കെ വികസിപ്പിക്കണ്ടേ? വേണ്ടേ? എടാ അതെ, എന്താടാ നീ സിഗരറ്റ് ഒന്ന് കുടിച്ചേ. ഞാനൊന്ന് ഷൂലീസ് ഇട്ടെ. ഇതിന്റെ മണ അടിച്ചെന്നെ എനിക്ക് ഇഷ്ടമല്ലാട്ടാ. ആരെങ്കിലും കാണണ്ടോ? എന്താടാ എന്താ പറ്റിയ? എടാ അതെ, എന്താടാ നിന്റെ പുറകിലാരാണ്? പുറകില്ല. അച്ഛ, ഞാനല്ല, ജോന്. അച്ഛ, താക്കോല് പടക്കം കിട്ടിയില്ലേ? നീ പറ. ഞാനേ ഒരു പടക്കത്തിന് തിരുവനന്തപുരം പോയി. നിനക്കാൻ തറാട്ടാ. ഏടാതെ അമ്മ ചാച്ചൻ്റെ വീട്ടിൽ പോയേക്കാം. ഇവിടെ ആണെങ്കിൽ ആരുമില്ല. നീ ഇങ്ങോട്ട് ഇറങ്ങണ്ടോ? ആഹാ കലക്കി. അപ്പൊ ഇന്ന് പൊട്ടിക്കാല. പിന്നെ അല്ലാണ്ട് എന്തിനാ അളിയാ ഞാൻ നിന്നെ വിളിക്കണേ? നീ സാധനം മേടിച്ചോണ്ടാ, നമുക്ക് പൊട്ടിക്കാം. എടാ പിന്നെ എൻ്റെ പൈസയൊന്നും ഇല്ലാട്ടാ. ആകെ അമ്മയ്ക്ക് ചിട്ടിയാക്കാൻ വെച്ച പൈസ മാത്രമേ ഉള്ളൂ. നിനക്കറിയാല. എടാ പൈസയൊക്കെ നമുക്ക് റെഡിയാക്കാം. ചിട്ടിക്കാശൊക്കെ പിന്നെ അടയ്ക്കാം. ഇവിടെ പെങ്ങടെ അലമാരിൽ എന്തെങ്കിലും ഇരിക്കണ്ടോ നോക്കട്ടെ. നീ സാധനം മേടിച്ചോണ്ടാ. അപ്പൊ ഓക്കെ, ശരിടാ. ഇന്നിപ്പോ ആർക്കാണാവോ അവൻ പണി കൊടുത്ത്? ഇന്നത്തേക്കുള്ളതായി. ചാച്ചൻ പൈസ ഒളിപ്പിക്കാൻ അലമാരിൽ സാരിയുടെ തന്നെ ബെസ്റ്റ്. ഇതൊക്കെ എന്തിനാണ് ഒളിപ്പിച്ച് വെക്കണത്? കാണുന്ന സ്ഥലത്ത് വെച്ചൂടെ? എവിടെ ഇവിടെ എങ്ങാണ്ടൊക്കെ പേഴ്സ്. എൻ്റെ പേഴ്സായിരുന്നാ? ഈ ബുക്കൊക്കെ എന്തിനാണ് ഇവിടെ നിരത്തി വെച്ചത്? ഉപകാരമില്ലെന്നേ. സാമ്പത്തിക പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കും. 1, 2, 3 മൂന്നെണ്ണം എൻ്റെ ഇരിക്കട്ടെ. നിനക്ക് സിനിമയ്ക്ക് വാൻ കാശ് വയ്ക്കുമ്പോൾ ജാട അല്ലേ?
നീ ഇത് വന്ന് തിരിച്ചു നോക്കുമ്പോൾ ഞെട്ടും. അടിപൊളി. 1 2 3 ഹൈ ജയ് ജവാൻ. ഇന്ന് അടിച്ച് മരിക്കും. എന്തിനും കണ്ടാൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക. ഇതൊക്കെ വല്ല കാര്യമുള്ള പരിചരിക്കുമോ? ഇതൊക്കെ ചാനലുകാരെ തട്ടിപ്പലടാ. നീ അപ്പാട് വരുന്നുണ്ട്. വെറുതെ മനുഷ്യനെ പറ്റി. നീ ഒരു പണി ചെയ്തോ. ഞാൻ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു. പോടാ, എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. വിളിക്കുന്ന ഇതുപോലെ ഉള്ള സംഭവമാണെന്ന് അറിയണമല്ലോ. പറ്റിപ്പാണോന്ന് അറിയാലോ. ഒന്ന് വിളിച്ചു നോക്കി. നീ പറഞ്ഞാൽ വിളിക്കും. അതെ, അത്രേ ഉള്ളൂ. നമ്പർ ഇത് അടിയിൽ കാണിക്കണ്ട. നോക്കൂ. 9232 വിളിക്കാൻ ട്ടാ. നശിപ്പിച്ച്. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നേരത്തെ ശവനായിട്ട് ഈ പാട്ടുണ്ടോ? ആ, നീ ഒന്നും കാര്യമാക്കണ്ട. നീ വിളിച്ചേ. വിളിക്കണോ? വിളിക്ക്. ആ, ഇപ്പൊ അതിന്റെ സൈഡിൽ നിന്നില്ലേ? നീ വിളിച്ചേ. ആ, അല്ല പിന്നെ വിളിക്കണോ? വിളിക്കുന്നു. ആ, വിളിക്കാം വിളിക്കാം. ബെല്ലടിക്കണ്ട്. ആശ്വാസമായി. തിരിച്ചു വിളിക്കുമോ നോക്കാലോ? തിരിച്ചു വിളിക്കുമോ നോക്കാലോ? വിളിക്കും വിളിക്കും. ഇതൊന്നും വിളിക്കില്ലെന്നേ, ചുമ്മാ പറ്റിപ്പ് പരിപാടി. എടാ, ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. നമുക്കേ സതീശൻ്റെ അടുത്ത് പോവാനുള്ളല്ലേ. പോയത് തന്നെ. ലാലു, ന്യൂ ഇയർ ആയിട്ടേ നമ്മുടെ ക്ലബിൻ്റെ ഒരു കൂട്ടിയോട്ടുണ്ട് വൈകുന്നേരം. അപ്പം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീനൊന്ന് വിളിച്ചേക്ക്. ഇത് ചെരിഞ്ഞ കാല് മാറ്റി വെക്കടാ. 20 മിസ് കോളാ. ഡാ ഡാ, ഹലോ. ലാലു സെബാസ്റ്റ്യൻ, അതെ. ചെഞ്ചിറപ്പറമ്പിൽ വീട്. അതേലോ, ആരാ വിളിക്കണേ? നിങ്ങൾ കുറച്ച് മുമ്പ് ഒരു നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല. ഇല്ലേ? അല്ല, ഉവ്വ. നിങ്ങളാരാ? കോളിംഗ് ഫ്രം IG's ഓഫീസ്. IG? അല്ല. ഓക്കെ ലാലു, നിങ്ങൾ ആ മിസ് കോൾ അടിച്ച നമ്പർ ഒന്ന് പറഞ്ഞേ. സാറേ, ഇത് നമ്പർ മാറിപ്പോയ സാറേ. 1 2 നമ്പറല്ലേ മാറുള്ളൂ. നീ ഡയൽ ചെയ്ത നമ്പർ പറയും. അത് പിന്നെ നമ്പർ ഓർമ്മയില്ല സാറേ. നിനക്ക് ഒരു നമ്പർ ഓർമ്മയില്ല? ഇല്ലല്ലേ സാറേ. നീ ഒരു കാര്യം ചെയ്യും, നീ 1/2 മണിക്കൂറിനുള്ളിൽ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് വാ. അല്ല സാർ, സാറേ എനിക്കൊന്നും അറിയില്ല സാർ. സാറേ എന്താ കാര്യം? കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. നീ ആദ്യം ഇവിടെ വരെ ഒന്ന് വാ. നീ ഇങ്ങോട്ട് വരണോ അതോ ഞാൻ ഇവിടുന്ന് വണ്ടി വിടണോ? ഞാൻ അങ്ങോട്ട് വരാം സാറേ. ഹലോ. ഏത് നേരത്താണ്? നീ നേരത്തെ ഒരു നമ്പർ കണ്ടിട്ട് എന്നോട് വിളിക്കാൻ പറഞ്ഞില്ലേ? അതേതോ പോലീസ് സ്റ്റേഷൻ നമ്പറാടാ. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ല. പോലീസ് സ്റ്റേഷനാ? ആ, നീ ആ നമ്പർ ഒന്ന് പറഞ്ഞു. നമ്പർ ഇതേ. എടാ, ഇത് തൃശ്ശൂര് കമ്മീഷണർ നമ്പറാണല്ലോ. കർത്താവേ, സതീശാണ്.
ഹലോ എടാ ന്യൂ ഇയറടാ പൊട്ടിക്കണ്ടേ? ആ പൊട്ടിക്കാടാ. ഞാനിപ്പോ അങ്ങോട്ട് വരാന്നാ. എടാ വൈകുന്നേരം ആവട്ടെ പൊട്ടിക്കാം. എടാ ഞാൻ നിന്നെ വിളിക്കാം, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. വയ്ക്കല്ലേട്ടാ. അവന് പൊട്ടിക്കാം. അളിയ ദേ വീണ്ടും വിളിക്കുന്നു. നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താ. നമുക്കേ എന്ത് പറ? നമുക്കിവിടുന്ന് പോവാം. ഏ നമുക്കിവിടുന്ന് പോവാം. പോവാന്നാ? എവിടേക്ക്? എടാ ഇപ്പൊ പോയാലേ ബോബിക്കൊരു ട്രെയിൻ കിട്ടും. ബോംബെക്കാ? എടാ ജോനു നീ തമാശ കളിക്കാണ്ട് കാര്യം പറ. ലാലു നീ ഒന്നും മിണ്ടാണ്ട് വന്നടാ. എടാ നമുക്കിപ്പോ ആദ്യം ബോംബെക്ക് വന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാം തീരുമാനിക്കാന്ന്. എടാ എനിക്ക് കേട്ട് കൈയും കാലും മറക്കണം. എടാ എന്താടാ? ലാലു ഒന്ന് നോക്കണ്ട, ഓടിക്കോ. ഡാ നിക്ക്. മടുത്ത്. ഈ പരസ്യമൊക്കെ ഉള്ളാണല്ലേ. എടാ പുല്ലേ നീ ഒറ്റടുത്തും കാരണമായിട്ട് മൊത്തം കോപ്പ്. ഞാനെന്ത് ചെയ്ത്? നീയല്ലേ വിളിക്കുന്നു പറഞ്ഞ എന്നെ കൊണ്ട് വിളിപ്പിച്ചത്. വെള്ളത്തിന്റെ അടുത്ത് അങ്ങനെ പലതും പറയും എന്നും പറഞ്ഞ് നീയൊക്കെ ചെയ്യാൻ നിൽക്കണോ? ദേ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ഞാൻ ചാടാൻ പറഞ്ഞാൽ നീ ചാടോ? ഇല്ലല്ല. ഇങ്ങനെ പോയാ മിക്കവാറും ഞാൻ ചാടേണ്ടി വരും. ലാലു ഡാ നോക്കിയേ ലാലു. ഡാ IG ഓഫീസിൽ എൻ്റെ ഒരു കസിൻ ഉണ്ടറാ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടാ. വിളിച്ചു നോക്കട്ടെ. ആ സൂപ്പറായിണ്ട്. എന്താടാ? എടാ എന്താടാ? എടാ ഒന്ന് പറ. എടാ നീ അവിടെ നിന്നേ. എന്താണ്? എന്താ? എടന്ന് വാ തുറന്ന് പറയടാ. എന്തോ വലിയ സീനാണ്. സീനാ? എന്ത് സീൻ? ഏതോ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ മിസ്സായി പോയ ബാഗിന്റെ പരസ്യത്തിന്റെ നമ്പറിലേക്കാ നീ വിളിച്ചത്. ടെററിസ്റ്റാ? നീ എന്താ അവരോട് പറഞ്ഞേ? നമ്പർ മാറി വിളിച്ചാന്ന്. സൂപ്പറായിണ്ട്. അപ്പൊ ഇനി എന്തായാലും മാറ്റി പറയാൻ പറ്റൂല. പണ്ടാരങ്ങനായിട്ട് ഞാൻ പാസ്പോർട്ടും എടുത്തിട്ടില്ല. ഓഹോ നിനക്കെന്താ കുഴപ്പം? പെട്ടത് ഞാനാണല്ലോ. നീ ഊരിക്കോ. അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടില്ല നീ ആയിട്ട് ഒരേ ഇടപാടും വേണ്ടെന്ന്. ആര് കേക്കാൻ? കിട്ടി, സന്തോഷായി. എടാ വേണ്ടാ, എന്റെ കൂടെ അങ്ങനെ ഒരുത്തിനും കൂട്ടുകൂടണ്ട കഷ്ടപ്പെട്ടിട്ട്. അമ്മയ്ക്ക് ചിട്ടി കിടക്കാൻ വെച്ച പൈസ എടുത്താൽ നിനക്കൊക്കെ കള്ളു പിടിച്ചു തന്നു. ഓ ആർക്ക് വേണോടാ നിന്റെ കാശ്? പോലീസിനും വലിയ ഇടി അമ്മയുടെ. ഇതെന്താണ് അമ്മ ഈ സമയത്ത്? അമ്മേ ആ കഴിച്ചു. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല ഒന്നുമില്ല.
എന്റെ പൊന്നു ജോനു, ഇനിയെങ്കിലും പറ, എന്തിനാണെങ്കിലും ഓടണേ? എടാ പോലീസ്. പോലീസാ? ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ വെറുതെ ഇടുന്നോടാ എനിക്ക് എന്താ പ്രാന്താ. എടാ എനിക്ക് തോന്നണേ നിന്റെ സിം എന്തായാലും അവർ ട്രേസ് ചെയ്തിട്ടുണ്ട്. ആര്? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ അവരോട് എത്തണേ? ഇവിടെ ആരെത്തണ കാര്യം? ഇനിയിപ്പോൾ ഒരു വഴിയുള്ളൂ. എന്ത്? നീ ഫോൺ ഓഫ് ചെയ്, അവിടെ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്. നീ ലാലു, എന്താണ്? ഒരു ഇന്നോവ നല്ല സ്പീഡിൽ വന്നിട്ടാ. എവിടെ? ലാലു, പിടിക്കണവിടെ. ഈ ATS വരെ കുറവുണ്ടാക്കും. വണ്ടി കയറ. നിന്റെ ഒക്കെ അവസാനടാ. നീക്ക് ഇനി എന്തോരം ഓടുന്നിരിക്കുന്ന കാണണം. പോലീസ് പോകുന്നതിന് മുമ്പ് നമ്മളവരെ പൊക്കിണ്ട് സാർ. ഓക്കെ സാർ. മുട്ടയും തിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും പൊട്ടിക്കാനിറങ്ങിക്കണം അവൻ. ലാലു, ലാലു സെബാസ്റ്റ്യൻ. സാറേ, എൻ്റെ അമ്മയാണ് സാറേ. നീ അങ്ങ് നീ എനിക്കൊന്നും അറിയില്ല സാറേ. സാറേ സത്യമായിട്ട് സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. പ്ലീസ് സാറേ. ഇന്ന് എൻ്റെ ആണോ സാറേ? ഞങ്ങൾ നീങ്ങരുതേ. ലാലു സെബാസ്റ്റ്യൻ, നിന്റെ പേര്, നിന്റെ വീട് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നീ കൂടുതൽ നുണയൊന്നും ആലോചിച്ച സമയങ്ങളെ ഉണ്ടാ. സത്യം പറ, ഇന്നലെ നീ എന്തിനാ സെന്റ് തോമസ് ഗ്രൗണ്ടിൽ പോയത്? സത്യം പറ. സാറേ, ഇന്നലെ ടെററിസ്റ്റുകളുടെ ബാഗ് മിസ്സായിട്ട് നീ ഉണ്ടായിരുന്നു. നീ ഒരു ക്രിസ്ത്യനല്ലടാ. നിന്റെ ഫേസ്ബുക്കിൽ എന്തിനാടാ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ ഫോട്ടോ? റെയിൽവേ സ്റ്റേഷൻ, കോർപ്പറേഷൻ സ്റ്റേഡിയം, ഇതിന്റെ എല്ലാം ഫോട്ടോ നീ ആർക്കൊക്കെയാണ് ഫേസ്ബുക്ക് വഴി അയച്ചു കൊടുത്തത്? ഇന്ന് വൈകിട്ട് എവിടെയാടാ നിങ്ങൾ എക്സ്പ്രഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാറേ എനിക്ക് അറിയില്ല സാറേ. ഇന്ന് രാവിലെ മുതലുള്ള നിങ്ങളുടെ കോളുകളെല്ലാം ടേപ്പിടാണ്. അതിൽ നിന്ന് നിങ്ങളൊരു പൊട്ടിത്തെറി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സതീശാണ്. വൈകുന്നേരം ആവട്ടെ, പൊട്ടിക്കാം സാറേ. അത് നിനക്കിഞ്ഞ് രക്ഷപ്പെടാൻ പറ്റിയ ഒരു വഴിയില്ല ഇവിടെ. തട്ടിയും മെനക്കെടുത്താണ്ട് ഉള്ള കാര്യം മണി പോലെ പറഞ്ഞു. നല്ലത്. സത്യമായിട്ട് എനിക്കറിയില്ല. നിനക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരും. നീ ഉത്തരം പറയും. ഉള്ള കാര്യം പറഞ്ഞില്ലേ കേട്ടല്ലോ, നിന്റെ തലയടിച്ചു വിളിക്കും. പച്ചവെള്ളം കൊടുത്തേക്കരുത് പോലെ. ബാക്കി സാറ് വന്നിട്ട്. എന്തേടോ? സാർ, ഫയൽ. എന്നിട്ട് ആളെവിടെ? സാർ അകത്തുണ്ട്. എന്തൊക്കെ എവിഡൻസ് കിട്ടി? സാർ ഇന്നലെ ബാഗ് മിസ്സായ സെന്റ് തോമസ് ഗ്രൗണ്ടിൽ ഇവരുടെ പ്രസൻസ് സിം കാർഡ് ലൊക്കേഷൻ വഴി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അറ്റാക്കിന് സാധ്യതയുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയം, റെയിൽവേ സ്റ്റേഷൻ, ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് ഫേസ്ബുക്ക് വഴി അയച്ചു കൊടുത്തായിട്ട് നമുക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. സാർ അതുപോലെ തന്നെ ഇന്നലെ ട്രാക്ക് ചെയ്ത കോള്, അതിൻ്റെ മുകളിലുള്ള എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അവിടെ ആ പരസ്യമാരനാരെന്തായി? സാർ അത് ലോക്കലൈസേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരാണത്രേ. താനാ വാലോർക്ക്. ചാച്ചാ എടാ നീ എന്താണ് ഇവിടെ? എന്താ പറ്റിയേ? ഇനി പറ, എന്നാ ഉണ്ടായി? അത് ചാച്ചാ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നിനക്കെന്നാ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ചാച്ചന് ട്രാൻസ്ഫർ ആയാലും എനിക്കറിയില്ലായിരുന്നു. പോട്ടെ. അട്ടെ, അമ്മ വല്ല പറഞ്ഞായിരുന്നു? അയ്യോ, അമ്മയ്ക്കറിയില്ല. തൽക്കാലത്തേക്കൊന്നും അറിയിക്കണ്ട. ആ. നീ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ ചാച്ചാ, ജൂനു എൻ്റെ ഫ്രണ്ട്, അവനെ. എന്തോ ആടോ അത്? ഇവന്റെ കൂടെ വന്നാൽ എന്ത്? സാർ പുറത്തുണ്ട് സാർ. അവൻ പുറത്തപ്പുണ്ട്, നീ അവനും കൂടി പൊക്കോ. പേടിക്കണ്ട. ശരി. ശരി ചാച്ചാ. അവൻ അയാളുടെ ബന്ധുവാണെന്ന് പറഞ്ഞു. സാറേ ലാലു എന്താടാ അങ്ങോട്ട് മാറിക്കടാ. പോലീസ് തന്നെയാണോ? എന്തായി? ചാച്ചനാടാ ഇവിടുത്തെ ഹെഡ്. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ എന്ന പണ്ടാറ. എടാ ഞാൻ തന്നെ ഇപ്പോഴറിയണേ. എന്തായാലും ദയവായിട്ടാ ചാച്ചനോട് എത്തിച്ച്. ആ എനിക്ക് നേരത്തെ അറിയാൻ. എന്ത്? അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ അത്യാവശ്യ സമയങ്ങളിൽ പല രൂപങ്ങളിൽ ദൈവം വേഷന്മാർ വരും. വരും. പന്നി ഡോ താനൊക്കെ ഈ പണിയെടുത്ത് വേറെ വല്ല പണിക്കുമ്പോ ഇനി ഇതൊക്കെ സതീശന്റെ അടുത്ത് പോയി ഛർദ്ദിക്കാൻ നിക്കണ്ടട്ടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇന്ന് 11 മണിക്ക് നിങ്ങൾ എവിടെയായിരുന്നു? കൂടുതൽ നുണകളൊന്നും ആലോചിച്ച് കഷ്ടപ്പെടണ്ട. നിങ്ങൾ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു, എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. വിഷമമുണ്ടാ? നല്ല വിഷമമുണ്ട്. ഞാനിവിടെ ഒരു മൂടെ കുപ്പി ഇരിക്കണ്, വെള്ളം ഇരിക്കണ്. രണ്ടുപേരും നല്ല മാട്ടടിയായിരുന്നു. മൂങ്ങയുടെ വലിക്കണ കണ്ണ് കണ്ടറിയാം. ഞാൻ കാലത്ത് വിളിച്ച്, അപ്പം നീ ഫോൺ എടുത്തില്ല. ഉച്ചയ്ക്ക് വിളിച്ച്, അപ്പോഴും ബിസി. നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് ഈ കുപ്പി. ഇതൊന്ന് കുടിക്കാൻ വേണ്ടി പരാക്രമം കൊടുത്ത് ഞാൻ രാവിലെ തുടങ്ങി ഓടിക്കൊണ്ട് കിടക്കാം. എൻ്റെ കൂടെ കുടിക്കാൻ മാത്രം ആളില്ല. ഞാൻ ഒഴിച്ചെന്നപ്പോൾ രണ്ടുപേരും കൂടി ഗ്ലാസ്സും മോശോണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ മതി. നിങ്ങൾ രണ്ടുപേരും ഒന്ന്, ഞാൻ ഒറ്റ. നമ്മളില്ലേ? നീയാണോടാ എൻ്റെ ഒറ്റ വലിയ ജോനു? ഇവനൊക്കെ കുടിക്കാൻ പഠിപ്പിച്ചതേ വെറുതെ. അതുകൊണ്ട് കുടിച്ചേ, ഒറ്റ വലിക്കാണ്ട് കുടിച്ചേ. എന്നിട്ട് ഈ അച്ചാറ് അങ്ങോട്ട് തൊട്ട് വെക്കേ. ദേ അത് നോക്കിയേ, പല്ലി മുകളിൽ പല്ലി കണ്ട. ഇത്രേ ഉള്ളൂ. ഇനി നിനക്കെന്താ പ്രശ്നം? നിനക്കിത് വേണ്ടേ? വേറെ പൊട്ടിക്കണം. പൊട്ടിക്കാ. നിനക്ക് പൊട്ടിക്കാൻ ഇപ്പൊ ഈ രാത്രി പോയി കൊണ്ടുവരുമ്പോ ഒരു പോലീസിനും പേടിയില്ല. എടാ ഇന്നത്തെ ദിവസം അടിച്ചില്ലെങ്കിൽ പിന്നെ എന്നറ അടിക്കാ? അയ്യോ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറയണ ബ്രാൻഡാ?
ഇന്ന് ന്യൂ ഇയർ അല്ലേ? ആ അതിന് നമ്മൾ നന്നാവാൻ പോണ വർഷം. നിങ്ങൾ നന്നായിക്കോ, ഞാനിപ്പോൾ അടി തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് നന്നാവാൻ കുറച്ച് സമയം വേണം. നമ്മുടെ മണ്ടത്തരങ്ങൾ എല്ലാം നിർത്തി, ദുശീലങ്ങളെല്ലാം നിർത്തിയിട്ട് നമ്മൾ നന്നാവാൻ പോണ വർഷം. ഇതൊക്കെ തന്നെയാണ് എല്ലാ കൊല്ലം നീ പറയാറുള്ളത്. കഴിഞ്ഞ കൊല്ലം വെള്ളത്തിന്റെ ഓർത്ത് പറഞ്ഞല്ലേ. ഓ, ഇത്തവണ നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. പോലീസിന്റെ പ്രത്യേക അറിയിപ്പ്. തൃശൂർ കണ്ടശാങ്കടവ് മേഖലയിൽ ന്യൂ ഇയർ രാത്രികളിൽ അസ്വാഭാവികമായ സംഭവങ്ങളോ പരിചയമില്ലാത്ത ആളുകളെയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ താഴെ രാവിലെ കണ്ട് ഇതുപോലെ തന്നെ ഒരു പരസ്യം. വിളിക്കേണ്ട നമ്പർ ഇതൊക്കെ വല്ല കാര്യമുള്ള പരസ്യമാണോടാ? 223210. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും മെട്രോ ന്യൂസിന്റെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കിയാലോ? നമസ്കാരം. ഞാൻ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഒന്ന്. എടാ ഞാനും കണ്ട് കാലത്ത് ഈ പരസ്യം. ഇതെന്താ സംഭവം നമുക്കൊന്നും അറിയണമല്ലോ. എടാ ലാലു, നീ കണ്ടില്ലേ? എടാ നീ വിളിക്കടാ, വിളിക്ക്, നമുക്കേ സീനാക്കാം. വിളിച്ചു നോക്കാല്ലേ? കാണാനും പറ്റുന്നില്ല. ബെല്ലെങ്കിൽ അടിക്കണ്ടോന്നറിയാലോ. തുടിപടലും ഒരതിശയമതി പടപൊരുതി പടയോട്ടം ചുടല